കുറുക്കോളി മൊയ്തീൻ 9 മിനിറ്റ്. സർ, ഇങ്ങനെ വന്ന ഈ അടിയന്തര പ്രമേയത്തിന് ചർച്ചയ്ക്ക് അവസരമുണ്ടാക്കിയതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയും ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. പ്രിയങ്കരായ സുഹൃത്തുക്കൾ, ഇവിടെ സംസാരിച്ച പ്രഭാകരനും അതേപോലെ തന്നെ ബാലചന്ദ്രനുമൊക്കെ ഇതിൻ്റെ ഭവിഷ്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി. വളരെ സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ അപകടകരമായ സാഹചര്യത്തെ തടയാൻ ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലഹരിയും മദ്യം ഉൾപ്പെടെയുള്ള എല്ലാ ലഹരി വസ്തുക്കളും തടഞ്ഞേ മതിയാവും. അപകടപ്പെടുന്നത് അത്രമാത്രം പ്രയാസകരവും ദുരിതപൂർണവുമായ ഒരു ഘട്ടത്തിലേക്കാണ് നാട് അപകടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ നയങ്ങളിലും തീരുമാനങ്ങളിലും അടക്കം അതിനാവശ്യമായ തിരുത്തലുകളും അതേപോലെയുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ നമുക്കറിയാം, വിദ്യാസമ്പത്ത് കൈമുതലായ കേരള സംസ്ഥാനം, കർഷക പ്രധാനമായിട്ടുള്ള ഒരു നാട്. ഈ നാട് ഇന്ന് ലഹരി പ്രധാനമായ ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. ഓരോ ദിവസവും പത്രങ്ങൾ എടുത്തു നോക്കിയാൽ 3ഉം 4ഉം 5ഉം ഒക്കെ ഇത്തരത്തിലുള്ള മാഫിയകളുടെ കടന്നാക്രമണവും അപകടപ്പെടുന്ന കുട്ടികളെയും അതുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന ദുരിതങ്ങളുടെയും വാർത്ത വായിക്കേണ്ടി നമുക്ക് വരികയാണ്. വളരെയേറെ കഷ്ടപ്പെടുന്നു. ഇവിടെ ഇതിനു മുമ്പ് സംസാരിച്ചവരൊക്കെ, വിശ്വനാഥ് ഉൾപ്പെടെയുള്ളവർ വേദനാജനകമായ പല റിപ്പോർട്ടുകളും ഇവിടെ സമർപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് കേരളത്തിൽ ഇന്ന് വളർന്നു വരുന്ന ഒരേ ഒരു മേഖല എന്ന് പറയുന്നത് ഈ മദ്യത്തിന്റെ ഉപയോഗമാണ്. 2, അതിന്റെ വിതരണക്കാരുടെ ശൃംഖല അല്പം കൂടുന്നു. 3, മദ്യവിൽപ്പന കേന്ദ്രങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 6-8 കൊല്ലം മുമ്പ് 27 ബാറുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ അത് ഇന്ന് 836 കുതിച്ചുയർന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മളൊക്കെ ഇതിനെതിരായി സംസാരിച്ച ആളുകളായിരുന്നു. ഒരു തുള്ളി മദ്യം പോലും ഇറക്കില്ല, അധികമായി ഒഴുക്കില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ഇന്ന് പോയി വ്യാപകമായിരിക്കുകയാണ്. ഇന്ന് ടൂറിസ്റ്റ് പ്രധാനമായിട്ടുള്ള സീസണുകളിൽ പ്രത്യേകം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇതിന്റെ ലൈസൻസിന്റെ ഫീസ് കുറച്ച് ബാറുകൾ തുടങ്ങാൻ, വൈനിന്റെ ഷോപ്പുകൾ തുടങ്ങാൻ വരെ അനുമതി നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒന്ന് സന്തോഷിക്കാൻ എന്ന പേരിൽ വൈൻ ഷോപ്പുകളും ബീർ ഷോപ്പുകളും ഒക്കെ തുടങ്ങും എന്ന് വരെ പ്രഖ്യാപിച്ച സന്ദർഭം നമ്മൾ ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലാണ് ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, 10 വർഷത്തിന് ഉള്ളിലായി എക്സൈസിന്റെ തന്നെ കണക്ക്, കഴിഞ്ഞ സെപ്റ്റംബർ വരെയുള്ള കണക്കനുസരിച്ച് 544 കോടിയുടെ ഈ മയക്കുമരുന്നുകൾ പിടികൂടിയിട്ടുണ്ട് എന്നാണ് എക്സൈസ് വകുപ്പിന്റെ തന്നെ സെപ്റ്റംബർ വരെയുള്ള കണക്ക് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് 1057 സ്കൂളുകൾ ലഹരി മാഫിയയുടെ വലയിലാണ് എന്ന് പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ MDMA-യും കഞ്ചാവും രാസലഹരി ഉൾപ്പെടെ മറ്റു മയക്കുമരുന്നുകളുമായി എത്ര സംഘങ്ങളാണ് ഇതിനകം പിടികൂടപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും വ്യാപകമായി ലഹരി മാഫിയ വലയെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെപ്പോലും ലഹരി വിൽപ്പനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയ സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. 11 വയസ്സായ പെൺകുട്ടി, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ പോലും മദ്യത്തിന്റെ വിൽപ്പനയ്ക്ക് ഈ മാഫിയ ഉപയോഗപ്പെടുത്തിയ രംഗം നമ്മുടെ കേരളത്തിലുണ്ടായി. എത്രമാത്രം വേദനാജനകമാണ്. സർക്കാരിനും എക്സൈസിനും പോലീസ് നൽകിയ റിപ്പോർട്ടിൽ ചില സ്കൂളുകളിൽ ലഹരി വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള പ്രത്യേക സ്ഥലങ്ങൾ വേറെയുണ്ട് പോലും ഉണ്ട് എന്നും, സ്കൂളുകളുടെ പേരും വിൽപ്പന കടകളും അതിന് വിതരണക്കാരെ കുറിച്ചും വിൽക്കുന്ന വസ്തുക്കളെ കുറിച്ചും റിപ്പോർട്ടിൽ പറഞ്ഞതായി കേരള കൗമുദി ഒരു വാർത്ത, വളരെ വിശദമായൊരു വാർത്ത ഈയിടെ പ്രസിദ്ധീകരിക്കേണ്ടായി. എക്സൈസിന് കീഴിൽ വിമുക്തി വിമൻസ് 4 വർഷത്തിനിടെ ലഹരിയുമായി ബന്ധപ്പെട്ട് നടത്തിയ കൗൺസിലിംഗുകൾ നേടിയത് 12,000-ലധികം പേരാണ്. അതിലധികം സ്ത്രീകളാണ്. 21 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ 1000-ലധികമാണ്. സമീപകാലത്തായി ആക്രമണങ്ങൾ, സ്ത്രീ പീഡനങ്ങൾ, കൊലകൾ, ആത്മഹത്യകൾ, കൊള്ള എന്നിവ നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനൊക്കെ ഒരു പ്രധാന കാരണം ലഹരി കൂടിയാണ്. പല വാർത്തകളും വായിക്കുമ്പോൾ പ്രതി
ലഹരിക്ക് അടിമപ്പെട്ടിരുന്നു, കൊലപാതകി മദ്യത്തിന് അകപ്പെട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ കൂടി വായിക്കേണ്ടതായ സാഹചര്യം നമുക്കുണ്ടായി. ഈ അടുത്ത് ഭിക്ഷ തേടി വന്ന ഒരു വൃദ്ധയായ സ്ത്രീ 82കാരി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ സുഹൃത്തും ചേർന്ന് ആക്രമിച്ച വാർത്ത വളരെ ദുഃഖത്തോടുകൂടി ഞെട്ടലോടുകൂടിയല്ലേ നമ്മൾ വായിച്ചത്. ഈ കേരളത്തിൽ അതും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ഇതൊക്കെ തടയേണ്ടയാള്. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷന് കീഴിൽ കുറച്ചാഴ്ച മുമ്പാണെങ്കിലും മാസങ്ങൾക്ക് മുമ്പാണെങ്കിലും ഒരു വിദേശ വനിത മദ്യം കൊടുത്ത് മയക്കി ആ സ്ത്രീ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ 21 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടി മദ്യലഹരി 20 വാഹനങ്ങളാണ് അടിച്ച് ഗ്ലാസ് പൊട്ടിച്ചത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ തിരുവനന്തപുരത്ത് ഈ സെക്രട്ടേറിയറ്റിന്റെ തിരുമുമ്പിൽ ഇങ്ങനെ എത്ര സംഭവങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഇതിങ്ങനെ വളർന്നു വരുന്നു. കഞ്ചാവ് കൃഷിയുടെ ഒരു ആസ്ഥാനമായി ഇടുക്കി ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നു. ഇന്ന് അതവിടെ തടഞ്ഞിട്ടുണ്ട്, മുടക്കിയിട്ടുണ്ട്. ചെറിയ അളവിലൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഇപ്പോഴും ഇടുക്കിയുടെ പേരിൽ, ഇടുക്കി ബ്രാൻഡ് എന്ന പേരിൽ പുറത്തേക്ക് വിദേശത്തേക്ക് അടക്കം കയറ്റിയേക്കുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി പത്രങ്ങൾ വാർത്ത ചെയ്യും. സർവ്വലഹരികളും മദ്യങ്ങൾ ഉൾപ്പെടെ തടയാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോഴാണ് കഞ്ചിക്കോട്ടെ മുറുവലിരിയും അതേപോലെ അനുബന്ധ ലഹരി നിർമ്മാണ സ്ഥാപനങ്ങളും ഒക്കെ നമ്മൾ ആരംഭിക്കാൻ തീരുമാനിക്കുന്നത്. ഇതെല്ലാം കൂടി ആകുമ്പോൾ ചെറിയ ലഹരി ആളുകളിൽ പകർന്ന് അത് ഭാവിയിൽ വലിയ ലഹരിയുടെ അടിമകളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമുക്കിത് പൂർണ്ണമായി തടയാനുള്ള സംവിധാനങ്ങളെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് ലഹരിയോട് അടുപ്പവും പ്രേമവും കാണിക്കുന്ന ഒരു സാഹചര്യം ഒരാൾക്കും ഉണ്ടാവരുത് എന്നതാണ് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. കുട്ടികൾ ഇരയാകുന്നു, അത് തടയാൻ എക്സൈസ് വകുപ്പിൽ വനിതകളുടെ ഉദ്യോഗസ്ഥരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. വളരെ ഈ വിദ്യാലയങ്ങളിൽ, അതും ചെറിയ കുട്ടികളെ പോലും ഉപയോഗപ്പെടുത്തുന്ന സ്കൂളുകൾ പോലും ഇവരുടെ വലയിലായി 1057 എണ്ണം ഉണ്ട് എന്ന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്ന ഒരു സാഹചര്യത്തിൽ ആ മേഖലയിൽ വനിതകളുടെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ പുരുഷന്മാരെക്കാൾ മിടുക്കോടുകൂടി കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ട് ഇപ്പോ തന്നെ നിലവിലുള്ള ലിസ്റ്റിൽ ഇതേപോലെ ഇപ്പൊ റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയാൻ പോവുകയാണ്. അപ്പൊ അവിടെ വുമൺ ഇതിന്റെ ലിസ്റ്റിൽ, നിലവിലുള്ള ലിസ്റ്റിൽ തന്നെ പത്തനംതിട്ടയിലും കണ്ണൂരും ഇടുക്കിയിലും 1ാം റാങ്കുകാരിക്ക് പോലും പ്രവേശനം കിട്ടിയിട്ടില്ല. എല്ലായിടത്തും കുറവുകളുണ്ട്. അപ്പൊ അവിടെ പോലും ഇതാണ് സാഹചര്യം. അപ്പൊ ഇത് ഈ റാക്കറ്റിന് തടയാൻ, മദ്യമാഫിയയെ, ലഹരി മാഫിയകളെ തടയാൻ ഉള്ള കർശനമായ നിയമങ്ങൾ ഉണ്ടാക്കുകയും നിയമത്തെ ജീവനുള്ളതാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിങ്ങനെ വെക്കുക, അതിങ്ങനെ തലോടി വിടുന്ന ഒരു സാഹചര്യം അല്ല ഉണ്ടാവേണ്ടത്. കർശനമായ നിലപാട് എക്സൈസ് വകുപ്പും പോലീസ് ഉദ്യോഗസ്ഥന്മാരും സ്വീകരിക്കേണ്ടതുണ്ട്. അതനുസരിച്ച് ഭരണകൂടവും മുന്നോട്ട് പോകേണ്ടതുണ്ട്. മദ്യത്തിലേക്ക്, മയക്കുമരുന്നിലേക്ക്, ലഹരി വസ്തുക്കളിലേക്ക് ഒരാൾ പോലും അധികമായി നാളെ കടന്നു വരാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് നമുക്ക് വേണ്ടത്. അതിന് മുഴുവനും ആളുകളും ഇവിടെ ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നു എന്നതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് ചുരുക്കുന്നു. നന്ദി.